ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കാറിലിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, ഇന്നൊരു ഡ്രൈവിംഗ് വീഡിയോ തന്നെയാണ്. ആക്ച്വലി ഞാനിങ്ങനെ ഡ്രൈവിംഗ് ഒരു വീഡിയോ പോലെ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആവണം എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ഞാൻ ഏതോ വ്ളോഗിൽ ഓടിച്ചു പോകുന്നൊരു വീഡിയോ കണ്ടപ്പം ആരും ഇങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചാൽ അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ. അപ്പം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ പോലും ഇനിയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. പോസിറ്റീവ് ഉണ്ടായിരുന്നു, നെഗറ്റീവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞൊരു നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്നത് കാണിച്ചൊരു വീഡിയോ എടുത്തില്ല എന്നാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് തരാനായിട്ട് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് ഞാൻ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാവരും കുറേ പരാതി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ചേച്ചിയുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനകത്ത് കമൻറ്റുകളിൽ കൂടുതലും ഗിയർ ചേഞ്ചിങ്ങിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡൗട്ട് എല്ലാവർക്കും. ഇപ്പോൾ എനിക്കായിരുന്നെങ്കിലും വണ്ടി ഓടിക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഗിയർ മാറുന്നതിന് തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ബേസിക്കായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് അറിയത്തില്ല, നല്ലപോലെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്നത്, പില്ലോ വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ പില്ലോ ഇരിക്കുന്നത്. ആ സെയിം സൈസിലുള്ള പില്ലോസാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് ഓടിക്കാൻ കൺവീനിയൻ്റ് അല്ല. പിന്നെ ഞാൻ ഇതിലാണ് യൂസ്ഡ് ആയത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റും ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ ഓടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ പില്ലോയിലിരിക്കുന്നത് ഇനി ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ആ ഒരു സൈസിലുള്ള പില്ലോ വെച്ച് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം ശരിയാവുമോ എന്നൊക്കെ ടെൻഷനോട് കൂടി കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസസ് മേക്ക് യു മോർ ബെറ്റർ. അതായത് അല്ലെങ്കിൽ പ്രാക്ടീസസ് മേക്ക് യു മോർ കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് മാത്രമല്ല, എന്തൊരു കാര്യമാണെങ്കിലും, ഇവൻ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താണ് അതിനകത്ത് എക്സ്പേർട്ട് ആവുന്നത്, അല്ലെങ്കിൽ അല്ലേ. അപ്പം പ്രാക്ടീസസ് മേക്ക് യു പെർഫെക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് പോയി ഡ്രൈവിങ് പഠിച്ച ഒരാളല്ല, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച ഒരാളല്ല. ഓടിച്ചാണ് ഈ ഒരു ഇതിലെത്തിയത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, ബ്ലോക്കുകളിൽ പെട്ടിട്ടുണ്ട്, വണ്ടി ഓഫായി പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം വണ്ടി സ്ഥിരമായി ഓടിക്കുന്നു അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാറുണ്ട്, ഓടിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലാതെ കുറേ ഓൺലൈനായിട്ട് ഇതെല്ലാം കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി കയറിയിരുന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാമെന്നല്ലാതെ ഇതിൽ എക്സ്പേർട്ട് ആവാൻ വേറെ വഴികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ പറയില്ല, എല്ലാ കാര്യത്തിനും അങ്ങനെ കുറുക്ക് വഴികളൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അതിൽ എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ എന്നോട് അങ്കിത എന്ന് പറയുന്ന ഒരു കുട്ടി സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്നൊരു കമൻറ്റാണ്, ബെയർ ഫൂട്ടിലാണോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, അതിൽ ബെയർ ഫൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന കാണിക്കുമോ, ഇങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഐ നെവർ ഡ്രിവൺ എ കാർ ഇൻ എ ബെയർ ഫൂട്ട് മാനർ. എനിക്ക് ഒരിക്കലും ബെയർ ഫൂട്ടിൽ ഓടിക്കാൻ പറ്റത്തില്ല. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡ്രൈവ് എ കാർ ലൈക്ക് ദാറ്റ്. എനിക്ക് പറ്റത്തില്ല. ഞാൻ ചെരുപ്പിട്ടാണ് ആദ്യമേ തൊട്ട് പഠിച്ചത്. ആദ്യം എനിക്ക് ചില ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചെരുപ്പിടാതെ പഠിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോയിരുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എനിക്കറിയില്ല അങ്ങനെ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയതെന്ന് തന്നെ ഞാൻ അത്യാവശ്യം ഓടിക്കാൻ പഠിച്ചിട്ടാണ്, ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രം അവരുടെ കെയർ ഓഫിലൊന്ന് പോയ ആളാണ് ഞാൻ. അല്ലാണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയല്ല മെയിനായിട്ട് പോയത്. ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് അത്യാവശ്യം ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു 1 വീക്ക് പോലെയാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പിട്ടിട്ടായിരുന്നു ഓടിച്ചിരുന്നത്. എനിക്കതുകൊണ്ട് ചെരുപ്പിടാതെ ഓടിക്കാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഞാൻ കൂടുതലും ഹീൽസ് ഉപയോഗിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഫ്ലാറ്റ്സ് ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. പക്ഷേ ചെരുപ്പില്ലാതെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരിക്കലും റെക്കമെൻഡും ചെയ്യത്തില്ല ചെരുപ്പിടാതെ ഓടിക്കാൻ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ചെരുപ്പിട്ടിട്ടായിരിക്കും ഓഫ്കോഴ്സ് നമ്മൾ പോവുക. അപ്പോൾ നമ്മളത് ഊരിയിട്ടിട്ട് ഓടിച്ച് പിന്നെ അവിടെ ചെന്ന് അത് ഇടണം. അതുമല്ല ചെരുപ്പ് ഊരി അവിടെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും അവിടെ കിടന്നത് തട്ടുകയൊക്കെ ചെയ്യും. നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബെയർ ഫൂട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ ചെരുപ്പിട്ടാണ് ഓടിച്ച് പഠിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ എപ്പോഴും. ഇപ്പോൾ നമ്മൾ ഷൂസൊക്കെ ഇടുന്ന സമയത്തെങ്കിൽ നമുക്ക് ഷൂസ് ഊരിയിട്ടിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഷൂസൊക്കെ ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോയവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഇന്ന് വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇപ്പം നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിക്കാൻ പോവാണ്. ഞാൻ ഗിയർ മാറുന്ന കാണിച്ചു തരാം. നിങ്ങൾ അത്രയും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഫസ്റ്റ് തിരിച്ചു, സെക്കൻഡ്, തേർഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുത്തു. നമ്മുടെ വണ്ടി ന്യൂട്രലാണെന്ന് നോക്കുക. ന്യൂട്രലാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ക്ലച്ച് നന്നായിട്ട്, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും ഒന്നും കാല് വെച്ചിട്ടില്ല. കാരണം എൻ്റെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ്. അപ്പോൾ വണ്ടി പുറകോട്ടും പോകത്തില്ല, ഫ്രണ്ടിലോട്ടും പോകത്തില്ല. അപ്പം ഞാനിപ്പോൾ ഒന്നിലും കാല് വെച്ചിട്ടില്ല. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ക്ലച്ച് നന്നായിട്ട് താഴ്ത്തി, എപ്പോഴും ഗിയർ മാറുമ്പോൾ ക്ലച്ച് നന്നായിട്ട് താഴ്ത്തുക, എങ്കിൽ മാത്രമേ ഗിയർ സ്മൂത്തായിട്ട് മാറത്തുള്ളൂ. ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് പയ്യെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വരുമ്പോഴേ വണ്ടി അനങ്ങി തുടങ്ങും. അപ്പോൾ പയ്യെ ആക്സിലറേറ്ററിൽ കാല് കൊടുത്ത് പോവുക. കുറച്ച് അനങ്ങി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ക്ലച്ച് നിർത്തി സെക്കൻഡിലിട്ടിട്ട് പയ്യെ ആക്സിലറേറ്റർ കൊടുത്ത് പോവുക. പിന്നെ സ്പീഡായി വരുന്നതിനനുസരിച്ച് വീണ്ടും ക്ലച്ചിലേക്ക് കാലമർത്തി തേർഡിലേക്ക് ഇടുക. ഇങ്ങനെയാണ്. പിന്നെയും അതായത് ഒരു 40 കിലോമീറ്റേഴ്സ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെയും സ്പീഡ് കൂടുവാണെങ്കിൽ, സ്പീഡിൽ പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടി താഴ്ത്തിയിട്ട് ഫോർത്തിലേക്ക് ഇടുക. ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് അതായത് ഒരു 60 അബോവ് ഒക്കെ പോവുകയാണെങ്കിൽ ഫിഫ്ത്തിലേക്ക് ഇടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ വീണ്ടും ഇപ്പോൾ 5th നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ക്ലച്ച് നന്നായിട്ട്, അപ്പം നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുക. എപ്പോഴും ഗിയർ മാറുമ്പോൾ ബ്രേക്കിലേക്ക് പയ്യെ ഒന്ന് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക. അപ്പോൾ വണ്ടി സ്ലോ ആവും. പയ്യെ ബ്രേക്കിലൊന്ന് കാല് ടച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലെ വണ്ടിയൊക്കെ നോക്കിയിട്ട്, ഫ്രണ്ടിൽ തൊട്ടടുത്ത് തന്നെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി ഗിയർ 4th ഇടുക, പിന്നെ 3rd ഇടുക, സെക്കൻഡ്. എത്രയാണോ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടത്, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വണ്ടിയാണ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് പോലെയൊക്കെ സിഗ്നലിൻ്റെ അവിടെയൊക്കെ എടുത്താണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ വണ്ടിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ 2nd ഇടുക. തീരെ നിന്നു, അതായത് ബ്ലോക്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ന്യൂട്രൽ ഇട്ട് നിൽക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരത്ത് നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് പയ്യെ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഇതുപോലെ പോവുക. ഇനി നമ്മുടെ ഫ്രണ്ടിൽ സ്പേസ് കഴിഞ്ഞതുകൊണ്ട് ഞാനിനി റിവേഴ്സും കൂടെ കാണിച്ചു തരാം. അപ്പോൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ, പിന്നെ നമ്മളെപ്പോഴും ക്ലച്ചിലും ബ്രേക്കിലും തന്നെ കാല്, വണ്ടി നിർത്തുമ്പോഴാണെങ്കിലും ക്ലച്ചിലും ബ്രേക്കും കാല് വെച്ചിരിക്കുക. പിന്നെ സ്ട്രെയിറ്റ് റോഡാണെങ്കിലും വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് ന്യൂട്രലാക്കിയിട്ട് വണ്ടി നിർത്താം. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് റിവേഴ്സ് പോകണമെന്നാണെങ്കിൽ ഇതുപോലെ തന്നെ ബ്രേക്കിലും ക്ലച്ചിലും തന്നെ ആയിരിക്കും കാല്, ക്ലച്ച് ചവിട്ടി റിവേഴ്സ് ഗിയർ ഇടുക. ഈ കാറിൻ്റെ റിവേഴ്സ് ഗിയർ ബാക്കിലോട്ടാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലോട്ട് പോയി തുടങ്ങും. അങ്ങനെ നമ്മളൊരു മിനിമം സ്പീഡിൽ നമുക്ക് തിരിക്കുന്നൊരു സമയമാണെങ്കിൽ നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് തന്നെ പയ്യെ കാലെടുത്ത് കൊടുത്താൽ മതി, തന്നെത്താനെ വണ്ടി ബാക്കോട്ട് പൊക്കോളും. ആക്സിലറേറ്റർ കൊടുത്താൽ ഭയങ്കര സ്പീഡായി പോകും. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, അതല്ല നമുക്ക് വലിയ ധൃതി ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് തന്നെ പയ്യെ കാലെടുത്ത് കൊടുത്താൽ മതി, വണ്ടി റിവേഴ്സ് പൊയ്ക്കോളും. പയ്യെ ചെയ്യുക. റിവേഴ്സൊക്കെ നന്നായിട്ട് മിറർ നോക്കി എല്ലാ സൈഡും ഓക്കെ അല്ലേ, ബാക്കിൽ വണ്ടിയുണ്ടോ എല്ലാം നോക്കിയിട്ട് മാത്രം റിവേഴ്സൊക്കെ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും മാത്രം കാലെടുക്കുമ്പോഴാണ് എൻ്റെ ഈ വണ്ടി ബാക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആക്സിലറേറ്റർ കൊടുത്താൽ സ്പീഡ് കൂടും. അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ആ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് റിവേഴ്സ്. അപ്പം റിവേഴ്സ് എടുത്ത് നമ്മൾ നിർത്തുമ്പോൾ വീണ്ടും ഇതുപോലെ ക്ലച്ച് ചവിട്ടി താഴ്ത്തി ന്യൂട്രലിലിട്ടു. എന്നിട്ട് വീണ്ടും ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോവുക. ഇതാണ് ഗിയർ സിസ്റ്റത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഓഫ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ചേഞ്ചിങ് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ക്ലച്ച് നന്നായിട്ട് താഴ്ത്തിയെങ്കിൽ മാത്രമേ ഗിയർ വീഴത്തുള്ളൂ. നമ്മൾ കുറച്ച് ചവിട്ടിയിട്ടുള്ളെങ്കിൽ ഒരിക്കലും ഗിയർ വീഴില്ല, ഗിയർ ബലം പിടിക്കും. നന്നായിട്ട് ക്ലച്ച് കാലുകൊണ്ട് താഴ്ത്തുക, എന്നിട്ട് നിങ്ങൾ ഗിയർ മാറുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗിയർ മാറാൻ പറ്റത്തുള്ളൂ. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് 0 to 20 വരെ സെക്കൻഡിൽ പോവുക, 20 to 40 നിങ്ങൾക്ക് തേർഡിൽ പോവാം, 40 to 60 നിങ്ങൾക്ക് ഫോർത്തിൽ പോവാം. അതിന് എബോവ് ഒക്കെയാണ്. എന്തായാലും തുടക്കത്തിൽ നിങ്ങൾ അത്രയും സ്പീഡിലൊന്നും പോകത്തില്ല. ഒരു തേർഡ് ഗിയർ വരെ ഒക്കെ യൂസ് ചെയ്താൽ മതി ഫസ്റ്റിൽ. അപ്പോൾ ആ ഒരു സ്പീഡിൽ നിങ്ങൾ പോയി പഠിക്കുക ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഫോർത്തിലും ഫിഫ്ത്തിലേക്കൊക്കെ വരിക. എപ്പോഴും പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ഗിയർ മാറുന്നതിന് മുന്നേ, ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കണം, ആദ്യമേ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക. അപ്പം തന്നെ വണ്ടി കുറച്ച് സ്ലോ ആവും. എന്നിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറുക. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് വണ്ടി കാണുമ്പോഴേ പാനിക്കായിട്ട് ക്ലച്ച് ചവിട്ടി ഗിയർ മാറരുത്, ആക്സിലറേറ്റ് കാല് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, എന്നിട്ട് പെട്ടെന്ന് ഗിയർ മാറി. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വണ്ടി സ്പീഡ് കുറയുന്നുമില്ല, ഗിയർ മാറി ആകെ ടെൻഷനായിപ്പോൾ. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കണം എന്ന് തോന്നുന്ന ആ സമയത്ത് ആദ്യമേ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക. അപ്പം തന്നെ വണ്ടിയുടെ സ്പീഡൊന്ന് കുറയും. എന്നിട്ട് ക്ലച്ചും ബ്രേക്കും കൂടി പയ്യൊന്ന് ചവിട്ടി ഗിയർ മാറുക. ബ്രേക്ക് അധികം ചവിട്ടരുത്, ക്ലച്ച് നന്നായി ചവിട്ടി ഗിയർ മാറുക. ബ്രേക്കിൽ പയ്യെ ഒന്ന് കാല് വെച്ച് നിങ്ങൾക്ക് അറിയാം, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വണ്ടിക്ക് എത്ര സ്പീഡുണ്ട്, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ പയ്യെ ബ്രേക്കിൽ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി സ്ലോ ആയി. അപ്പോൾ അതിനനുസരിച്ച് ഇനി നിങ്ങൾക്ക് സ്പീഡ് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് മീറ്ററിൽ നോക്കിയാൽ മതി. അപ്പോൾ കാണും 40, 20. അപ്പോൾ ഒരു 20 താഴെയൊക്കെ പോവുകയാണെങ്കിൽ വേഗം സെക്കൻഡിലേക്ക് മാറ്റുക. അതിലും താഴെ 0 എത്തിയെങ്കിൽ നേരെ നിങ്ങൾ വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റിലേക്ക്, അതായത് ഗിയർ ഫസ്റ്റിലേക്ക് ഇടുക. അങ്ങനെ പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ കയറ്റം കയറുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ സ്പീഡിൽ പോകാൻ ഗിയറുകൾ മുന്നോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കയറ്റം കയറാൻ പുറകോട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോർത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, ഒരു അത്യാവശ്യം നല്ല കയറ്റം വന്നു, ഫോർത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ വണ്ടി കുറച്ചെത്തുമ്പോൾ വലിക്കുന്നില്ല, നിന്ന് പോകുന്ന വേഗം തന്നെ ക്ലച്ച് ചവിട്ടി തേർഡിലേക്ക് മാറ്റുക. അപ്പോൾ വണ്ടി കുറച്ചും കൂടെ കയറും. എന്നിട്ടും കയറാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലച്ച് ചവിട്ടി സെക്കൻഡിലിട്ട് നല്ലപോലെ ആക്സിലറേറ്റർ കൊടുക്കുക, വണ്ടി കയറിക്കോളും. അത്യാവശ്യം ഒരുമാതിരി പെട്ട കയറ്റം എല്ലാം സെക്കൻഡിൽ കയറിക്കോളും. തീരെ പറ്റാത്തത് മാത്രം ഫസ്റ്റിൽ ഇട്ടിട്ട് പോവുക. എങ്കിലും ഒരുമാതിരി കയറ്റങ്ങളൊക്കെ സെക്കൻഡിൽ കയറിപ്പോവും. അപ്പോൾ സെക്കൻഡിൽ ഇട്ടിട്ട് കാല് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ പോലത്തെ ഹൈടെക് നല്ല വണ്ടികളൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ ഗിയറിൽ തേർഡിലൊക്കെ കയറിപ്പോവും. അങ്ങനെ ഓരോ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചും ഗിയറിന് വ്യത്യാസം വരും കേട്ടോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചില വണ്ടികൾ തേർഡിൽ കയറിപ്പോവും, ചില വണ്ടികൾ സെക്കൻഡിലായിരിക്കും, ചിലത് ഫസ്റ്റിലായിരിക്കും കയറുക. അപ്പോൾ അതൊക്കെ ഓരോ വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കയറ്റം കയറുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളൊക്കെയാണ്, സെക്കൻഡ് തേർഡ് ആ ഒരു ഗിയറുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്പീഡ് വേണമെങ്കിൽ നമുക്ക് 3rd 4th 5th അതൊക്കെയാണ് സ്പീഡിൽ പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ഗിയറിലുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ മെയിനായിട്ട് ഗിയർ ചേഞ്ചിങ്ങിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി, കുറേ പേരൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു സന്തോഷമായി. അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളതിൽ എക്സ്പേർട്ട് ആവത്തുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എല്ലാവർക്കും നന്നായിട്ട് ഓടിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.